മറ്റ് ഭാഷയോ സംസാരിക്കുന്നവരായ കേരളത്തിൽ താമസിക്കുന്ന എല്ലാവരെയും കുറിച്ചാണ് ഞാൻ പൊതുവിൽ മലയാളി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ എനിക്ക് ഒരു നിവേദനം എൻ്റെ മുന്നിൽ നൽകുകയുണ്ടായി. അപ്പോൾ അത് ഉൾപ്പെടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സാംസ്കാരിക പരിപാടി രാവിലെ മുതൽ ഇവിടെ ആരംഭിച്ചു. അതിലേറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു രംഗം ഈ അവസാനം ഒരു 9ാം ക്ലാസ്സുകാരി പെൺകുഞ്ഞ് അവരുടെ അഭ്യാസമാണ്. ആ അത്ഭുതത്തോടു കൂടിയാണ് ഇവിടെ ഇരുന്ന് കണ്ടത്. കാരണം അത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ആ അഭ്യാസം നടത്തണമെന്ന് ഞാൻ ആ കുഞ്ഞിനെ ഉപദേശിക്കുകയും ചെയ്തു. എന്തായാലും നിരവധിയായിട്ടുള്ള മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ ഒന്നിച്ച് കൂടിയ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാ ആശംസകൾ നേരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളിൽ വളരെ വളരെ യോജിച്ചു. കാരണം ഈ നെല്ലിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമസഭയിൽ അപ്പുറത്താണ് ഇരിക്കുന്നെങ്കിലും ഇപ്പുറത്തിരിക്കുന്നവരെക്കാൾ വലിയ സ്നേഹമാണ് എനിക്ക് വ്യക്തിപരമായി. ഒരു പക്ഷത്താണ് ഇരിക്കുന്നെങ്കിലും ഞാൻ എൻ്റെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു ആവശ്യമായിട്ട് എത്തിയാൽ അദ്ദേഹത്തിന് അറിയാം ഞാൻ എൻ്റെ സമീപനം എന്താണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ അഷ്ടപോലാണ് അവരുടെ സമീപനവും അങ്ങനെ തന്നെ. നിയമസഭയിൽ എത്തിയാൽ നിയമസഭയിൽ ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട വേദിയാണെന്ന നല്ല ബോധ്യത്തോടു കൂടിയാണ് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ച് ഇവിടെ ഇന്ന് ആദരവ് നൽകിയ പ്രഗത്ഭർ, എനിക്ക് ഈ അവതരിപ്പിച്ച സമയത്ത് എനിക്ക് പലതും മനസ്സിലായില്ല. കാരണം എന്താണ് സ്ഥാനങ്ങൾ, എന്താണ് അവരുടെ അംഗീകാരം എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും എനിക്ക് മനസ്സിലായി ഒരു പൊതുവായിട്ടുള്ള കാര്യം, പല മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരായാണ് ഇവിടെ നമ്മളെല്ലാവരും കൂടെ ആദരവ് നൽകിയത്. അവർക്ക് പ്രത്യേകം അഭിനന്ദനവും ആശംസയും കൂടെ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.